ഇതിപ്പോ ടീമും ഗ്രൗണ്ടൊക്കെ സെറ്റായപ്പോ അതിന്റെ ഒരു തുച്ചീലം. അതന്നെ എനിക്ക് ഉസുറും പുളിയുണ്ട ചങ്ങായെ. ഇത് അവിടെ ടൗണിൽ 11s കളിക്കുന്ന ടീമിലുള്ളതല്ലേ. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഒരു തട്ടിക്കൂട്ട് 7s ഉണ്ടാക്കിയപ്പോ എനിക്ക് എവിടെയും വന്ന് കളിച്ചണം. ഇവിടെ കളിച്ചാലും പോരാ, എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്നും കൂടി പറഞ്ഞാല് അതൊന്നും ഇവിടെ ഇപ്പൊ നടക്കണ കാര്യമല്ല. അതിനിപ്പോ എന്താ, നാട്ടിൽ കളി നടന്നാ പോരെ? ഇവിടുത്തെ 7s ഒരാളെ മാറ്റിട്ട് ഇന്നെ ഇറക്കുക. ടൗണിലെ 11s ഇന്റെ പകരം ഒരാളെ കൊടുത്താ പോരെ? അതിനൊക്കെ പൈസക്ക് എത്ര ചെലവുണ്ട്? ഇപ്പൊ തന്നെ ക്ലബ്ബ് കടത്തില്ല. എൻ്റെ ഈ മാഞ്ഞാളം കളിക്ക് എൻ്റെ തറവാട്ടിന്നൊന്നുമല്ല പൈസ ഇറക്കണേ. ഞങ്ങൾ ഇവിടെ നാട്ടുകാരുടെ അടുത്തുനിന്ന് പിരിച്ച പൈസയാണത്. നമ്മളെ വിശ്വസിച്ച നാട്ടുകാരെ നമ്മൾ പൊട്ടന്മാരാക്കിയാലേ പിന്നെ ടീമും ഉണ്ടാവില്ല, കളി നടക്കൂല. എന്റെ ടൗണിലെ 11s പവർ കണ്ടിട്ടല്ല, 7s ഇന്റെ കളി കണ്ടിട്ടാണ് നാട്ടുകാർ ഒന്നായിട്ട് നമ്മളൊപ്പം നിന്നതും നമ്മളെ ടീം സെറ്റാക്കി തന്നതും. ഇന്റെ തലയും കണ്ട് സപ്പോർട്ട് ചെയ്തോലും അതിലുണ്ട്. ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് പറയണവരും ഉണ്ട്. നിങ്ങളല്ലാത്ത ബാക്കി എല്ലാ കളിക്കാരും എനിക്ക് സപ്പോർട്ടാണ്. ഇവിടെ ഇറങ്ങണതും കുഴപ്പമില്ല, ക്യാപ്റ്റൻ ആവണതും കുഴപ്പമില്ല. നിങ്ങൾക്ക് മാത്രം പ്രശ്നം, ബാക്കി കളിക്കാർക്ക് ആർക്കും പ്രശ്നമില്ല. കളിക്കാർക്ക് ആർക്കും പ്രശ്നമില്ല. എടോ, ഈ ടീം സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാരും ഇവന്റെ കളി കണ്ടുകൊണ്ടും ഇവൻ ക്യാപ്റ്റൻ ആയിട്ട് മുന്നിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഈ സപ്പോർട്ട് ചെയ്തത്. നമുക്ക് ഈ സംവിധാനം ഒക്കെ ഉണ്ടാക്കി തന്നത്. എന്നിട്ട് ഇജ്ജ് പുകഴ്ത്തിയത് എൻ്റെ ഓരോ മാഞ്ഞാളം. അതന്നെ ഞാനാണ് ഇപ്പത്തെ ട്രെൻഡ്, അതിജ് മറക്കണ്ട. നിങ്ങളെ രണ്ടാളെ ട്രെൻഡ് അവിടെ നിൽക്കട്ടെ. ടീം മാനേജർമാർ എന്താ പറയുക നമ്മൾ നോക്കുക, ബാക്കി എന്നിട്ട് തീരുമാനിക്കാം. തീരുമാനം ആരെടുത്താലും വേണ്ടില്ല, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് മുന്നത്തെ ഒരു തീരുമാനം ആക്കിയിട്ടില്ലെങ്കിൽ ഈ നാട്ടുകാരും കാണികളൊക്കെ കയറി മേയുവേ. അപ്പൊ കമ്മിറ്റി പുതിയ ടീമിനെ ഇറക്കിയിട്ടേ കളി അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതിനിച്ച് ബേജാറാണ്ട, കളി തുടങ്ങിയാൽ നമ്മളെല്ലാരും ഒറ്റ കെട്ടാ. അങ്ങനെ എല്ലാം കൂടി ആണ് കെട്ടി കുടുങ്ങാഞ്ഞാ മതി.